മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പിൽ ഭരണസിരാകേന്ദ്രത്തിൻ്റെ പടിക്കൽ ഇന്ന് പ്രതിഷേധത്തിൻ്റെ കനലുകൾ തിളച്ചുമറിയുകയാണ്. ഇത് കേവലം ഒരു മുദ്രാവാക്യം വിളിയല്ല, മറിച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നട്ടെല്ലായ നഴ്സുമാരുടെ അതിജീവനത്തിനായുള്ള നിലവിളിയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാനാകില്ല. മന്ത്രിയുടെ ഭർത്താവ് തന്നെ പരസ്യമായി ഇനി തൻ്റെ ഭാര്യ മത്സരരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച വാർത്ത നാം കണ്ടതാണ്. കുടുംബം പോലും ഇത്തരമൊരു നിലപാട് പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ മന്ത്രി നയിക്കുന്ന ഈ വകുപ്പിന് കീഴിലുള്ള നഴ്സുമാർ ഇന്ന് തെരുവിൽ നീതിക്കായി വെയിലുകൊണ്ട് സമരം ചെയ്യേണ്ടി വരുന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണ് എന്നോർക്കണം. കഴുത്തിന് ബെൽറ്റിട്ട് വിശ്രമിക്കുന്ന മന്ത്രിക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നുയരുന്ന മുദ്രാവാക്യം. ആശാവർക്കർമാർ നീതി കിട്ടാതെ പന്തൽ പൊളിച്ചുപോയ അതേ വഴിയിലൂടെ ഇന്ന് നഴ്സുമാരും സമരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ എത്രത്തോളം പരാജയമാണെന്ന് ആർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇവരുടെ കയ്യിൽ സുപ്രീം കോടതിയുടെ വിധി എന്നൊരു കടലാസ് തുണ്ടുമുണ്ട്. എന്നാൽ ഈ സർക്കാരിൻ്റെ മുന്നിൽ ആ പരമോന്നത കോടതി വിധിക്ക് ഒരു ചില്ലിക്കാശിൻ്റെ വില പോലുമില്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് മാന്യമായ വേതനം ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. എന്നിട്ടും പാവപ്പെട്ട നഴ്സുമാരെ ചൂഷണം ചെയ്യുന്ന മാനേജ്മെൻറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ഭരണകൂടം ഇപ്പോഴും മുൻഗണന നൽകുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലുടനീളമുള്ള സ്വകാര്യ ആശുപത്രികൾ ഇന്ന് വലിയൊരു സമര മുനമ്പിലാണ്. 2017 നിശ്ചയിച്ച മിനിമം വേതനം പോലും ഇന്നും ഭൂരിഭാഗം മാനേജ്മെൻറ്റുകളും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ജോലിഭാരം ഇരട്ടിയായി വർദ്ധിച്ചിട്ടും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് പല ആശുപത്രി അധികൃതരും ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ നടക്കുന്ന ഈ അടിമപ്പണിക്കെതിരെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ വമ്പിച്ച ജനരോഷം ഉയർന്നു വന്നത്. പാവപ്പെട്ട രോഗികളെ മുൻനിർത്തി നഴ്സുമാരെ സമ്മർദ്ദത്തിലാക്കാനും അവർക്ക് നേരെ ഭീഷണി മുഴക്കാനും പലരും തുനിയുന്നുമുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇന്ന് കേരളത്തിലുള്ളത്. നഴ്സുമാരുടെ ഈ സമരം കേവലം ഒരു ശമ്പള വർധനവിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അവരുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഷിഫ്റ്റുകളിലെ ക്രമക്കേടുകൾ, കൃത്യമായ വിശ്രമമില്ലായ്മ, രോഗികളുമായുള്ള അനുപാതത്തിൽ നഴ്സുമാരുടെ എണ്ണത്തിലുള്ള കുറവ് എന്നിവയെല്ലാം ഈ മേഖലയെ തളർത്തുന്നു. സർക്കാർ ആശുപത്രികളിൽ പോലും നഴ്സിംഗ് ജീവനക്കാരുടെ വലിയ കുറവാണ് നിലവിലുള്ളത്. PSC റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയാക്കി താൽക്കാലിക നിയമനങ്ങളിലൂടെയും മറ്റും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യോഗ്യതയുള്ള ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച സേവനം നൽകേണ്ടവർ നാടുവിടുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ തളർച്ചയ്ക്ക് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ഇവരെ മാലാഖമാർ എന്ന് വിളിച്ച് ആദരിച്ചവരും പൂക്കൾ വിതറിയവരും ഇന്നിവർ നീതിക്കായി തെരുവിൽ നിൽക്കുമ്പോൾ മുഖം തിരിക്കുകയാണ്. അന്ന് പ്രശംസിച്ചവരുടെ നാവുകൾ ഇന്ന് ഈ നീതികേടിനെതിരെ മിണ്ടുന്നില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടായ ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് നഴ്സുമാരുടെ കണ്ണീര് കാണാതിരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു വശത്ത് ലോകോത്തര ആരോഗ്യ മാതൃക എന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ആ മാതൃകയെ താങ്ങി നിർത്തുന്നവർ പട്ടിണിയിലാണ്. ശമ്പള പരിഷ്കരണവും മറ്റാനുകൂല്യങ്ങളും നടപ്പിലാക്കാനാവാതെ ഈ പ്രതിഷേധം അവസാനിക്കില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്നുയരുന്ന ഈ പ്രതിഷേധം ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി. നീതി ലഭിക്കാതെ ഈ മാലാഖമാർ മടങ്ങില്ലെന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ചരിത്രം ഈ ഭരണകൂടത്തെ സാധാരണക്കാരെ വഞ്ചിച്ചൊരു വലിയ പരാജയമെന്ന് അടയാളപ്പെടുത്തും. സുപ്രീം കോടതി വിധി നടപ്പിലാക്കി ഈ നഴ്സുമാരെ സമരപ്പന്തലിൽ നിന്ന് മാന്യമായി തിരികെ കൊണ്ടുപോകാൻ അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ സർക്കാരിൻ്റെ പരാജയം ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.